ഹലോ. മെസ്സേജ് ഇപ്പോഴാ കണ്ടേ. ഇപ്പൊ ആലോചനകളൊക്കെ തുടങ്ങിയല്ലേ? അതെ, അച്ഛനും അമ്മയും ഓൾറെഡി ആലോചനകളൊക്കെ തുടങ്ങി. നടക്കട്ടെ. കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോയ പോരെ. മതി. പക്ഷേ ഇനി നേരിട്ടൊന്നും കല്യാണം ആലോചിക്കാമല്ലോ. കുറച്ച് നേരത്തെയാണ്, എന്നാലും സാരമില്ല. അത് പറയാനാ ഞാൻ വിളിക്കാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിലെ കാര്യം അറിയാലോ. എൻ്റെ ജാതകം കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. എന്തു പ്രശ്നം? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആര് നോക്കുന്നു? കിരണിനെ പോലെ അല്ല അവർ. അവർക്കിതിലൊക്കെ വലിയ വിശ്വാസമാണ്. ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടരുത്. കിരണ് ജാതകമുണ്ടോ? അത്ര ഗതികേടുണ്ടായിട്ടില്ല. നാളെ അച്ഛനും അമ്മയും രാജശേഖരൻ അങ്കിളിനെ കാണാൻ പോവാ. ഓ, ഡോക്ടർ രാജശേഖരൻ നായർ. അതേ സയന്റിസ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇതല്ലേ പരിപാടി? റിട്ടയർ ആയിക്കഴിഞ്ഞ സൈഡായിട്ടേ ഉള്ളൂ. പക്ഷെ അച്ഛനും അമ്മയ്ക്കും അങ്കിളിനെ വലിയ വിശ്വാസമാണ്. ഇനി പൊരുത്തവും അതും ഇതും എല്ലാം. അതൊക്കെ പോട്ടെ. നിനക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? ജ്യോതിഷത്തിലും അത്രക്കൊന്നുമില്ല, പക്ഷെ ദൈവത്തിലുണ്ട്. ഇല്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല, എല്ലാം നമുക്ക് ശരിയാക്കാം. എങ്ങനെ? എനിക്കാണെങ്കിൽ ടെൻഷനാവുന്നു. ഇത്ര ടെൻഷൻ അടിക്കാനൊന്നുമില്ല. മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫൈൽസ് ധാരാളം വരും. അപ്പോൾ ചൊവ്വാദോഷമുള്ള ഒരു പയ്യനെ കണ്ടുപിടിക്കുക മാത്രമാണ് അതിനൊരു പോംവഴി അല്ലേ? അതെ, അത് മാത്രം. ചൊവ്വാദോഷമുള്ള ഒരാളെ കണ്ടുപിടിക്കുമ്പോൾ കൂടുതൽ കുഴപ്പമാവില്ലേ? ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഒരേ ചാർജുകൾ ഫിസിക്സിൽ റിപ്പൽ ചെയ്യുമെങ്കിലും ഇവിടെ നമ്മൾ ഗണിതമാണ് ഉപയോഗിക്കേണ്ടത്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വിൽ ഓൾവേസ് ലീഡ് ടു പോസിറ്റീവ് റിസൾട്ട്സ്. കഴിഞ്ഞ മാസം വൈദീശ്വര ക്ഷേത്രത്തിൽ ഒരു നാഡീജ്യോതിഷിയെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് മോളുടെ കല്യാണം 1 മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ്. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നതാണ് എല്ലാത്തിനും കാരണം. അല്ലെങ്കിൽ തന്നെ ഈ നാഡി, തത്ത, കൈനോട്ടം, ഇതിലൊക്കെ എന്ത് ശാസ്ത്രീയ അടിസ്ഥാനമാണുള്ളത്? ജ്യോതിഷമെന്ന് പറയുന്നത് പ്യുവർ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ചേർച്ചയുള്ള ജാതകം കണ്ടുപിടിക്കണം അല്ലേ? അതെ, ചേരുന്ന നാളുകളുടെ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിത്തരാം. അതിൽ നിന്നും ആലോചനകൾ തുടങ്ങിയാൽ മതിയല്ലോ. പത്രം എടുത്ത് മാട്രിമോണിക്കോളം നോക്കി അതി പകുതി കൂടുതലും 7 ചൊവ്വ 8 ചൊവ്വ. നമ്മുടെ ആൾക്കാർ കല്യാണം കഴിക്കാതിരിക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? അത് ശരിയാ. നടക്കാനുള്ളത് എന്താണെങ്കിലും നടക്കും. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അതേപടി നടന്നതായിട്ട് തോന്നാറില്ലേ? ഞാനീ പറയുന്നത് ജാതകപൊരുത്തത്തിൻ്റെ കാര്യമൊന്നുമല്ല, ഓർഡിനറി പ്രിഡിക്ഷൻസ്. ഈ ആസ്ട്രോളജി അപ്പം നോക്കി. ഗായത്രിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുള്ള കോമൺ പ്രഡിക്ഷൻസ് ഞാൻ പറയട്ടെ. നിന്റെ ക്യാരക്ടറും ഇതിന് എത്രത്തോളം പൊരുത്തമുണ്ട്? നീ ആണെങ്കിൽ ഇതിന് 5-ൽ എത്ര മാർക്ക് കൊടുക്കും? ഇതിന് ഞാൻ ഒരു 4.5 ഈസി ആയി കൊടുക്കും. എന്താ ഈ ആപ്പിൻ്റെ പേര്? ആപ്പിൻ്റെ പേരവിടെ നിൽക്കട്ടെ. ഇനിയൊരു സത്യം പറയാം. അമേരിക്കയിലെ സൈക്കോളജി പ്രൊഫസറായിരുന്ന ഫോറർ പണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനായി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തി. അന്ന് അദ്ദേഹം സ്റ്റുഡൻസിന് കൊടുത്ത ഇൻഡിവിജ്വൽ റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അന്ന് അതിൻ്റെ ക്ലാസ് ആവറേജ് 4.26 ആയിരുന്നു. അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലതവണ ഈ ടെസ്റ്റ് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരെ അതിൻ്റെ ആവറേജ് 4.2 താഴെ പോയിട്ടില്ല. ഗൂഗിളിൽ ഫോർ ഇഫക്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി, കാണാം. ഇത് കൊള്ളാലോ, ഫുൾ സൈക്കോളജി ആണല്ലേ. നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഡോക്ടറെ പറയുന്നതിനപ്പുറം അച്ഛനും അമ്മയ്ക്കും ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർ രാജശേഖരൻ നായരെ കൊണ്ട് മാറ്റി പറയിച്ച സംഗതിയൊക്കെ അല്ലേ? അത് നടന്നില്ലേ വേറെ വഴികളുണ്ട്. പറയുമ്പോൾ എന്തൊരു എളുപ്പം, നടന്നത് തന്നെ. വേറെന്താ വഴി? അത് പിന്നെ പറയാം. ആദ്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് ഡോക്ടറോട് ചോദിക്കാമോ? സംശയം ചോദിക്കാനെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കാനോ? ഉത്തരം പറയുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാ നീ കൂടി വാ, ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോൾ നിനക്ക് മനസ്സിലാകാതിരിക്കാൻ മാത്രം വലിയ സംഭവമൊന്നുമില്ല. ഞാൻ ഏതായാലും ഡോക്ടറെ കാണാൻ വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് പോരെ? മതി. അല്ലേലും ഇപ്പോൾ നിന്നോട് കല്യാണം കഴിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. വെറുതെ കുറിച്ച് പ്രൊഫൈൽസ് നോക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്നെ കാണിക്കാതെ ആർക്കും എക്സ്പ്രസ് ഇൻട്രസ്റ്റ് കൊടുക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുത്. ഇല്ല, നീ എനിക്ക് ആ മാട്രിമോണിയിൽ ഒന്ന് ലോഗിൻ ചെയ്താ ബാക്കി എനിക്കറിയാം. ഗായത്രി, ഒരു മാച്ചിങ് പ്രൊഫൈൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അമ്മ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തോളൂ, ഞാൻ പിന്നെ എല്ലാം കണ്ടോളാം. അത് വേണ്ട, ഒറ്റയടിക്ക് ഇഷ്ടമില്ലെന്ന് പറയാനല്ലേ. അവരുടെ പ്രിഫേർഡ് ലിസ്റ്റിൽ നിന്റെ നാളുണ്ട്. ഒരു നാള്? ഇതെനിക്കാണോ അമ്മയ്ക്കാണോ? ഇയാൾക്കൊരു 50 വയസ്സെങ്കിലും പ്രായം കാണൂലോ. 35 വയസ്സേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇപ്പൊ മനസ്സിലായോ അമ്മ വിളിക്കുമ്പോ എന്താ ഞാൻ വരാത്തതെന്ന്? നിയമമായിട്ടുണ്ട്, സ്വാമി അതിനെ നിഷേധിക്കുന്നില്ല. 2 വ്യക്തികൾ ഇവർ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ ഈ കുട്ടിയുടെ അച്ഛൻ മരിക്കും, അമ്മ മരിക്കും. ഇവരൊരിക്കലും ചേരാൻ പാടില്ല.
ഭാരതീയ ദർശനത്തിൽ ചേരാൻ പാടില്ലാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. മനുഷ്യ ഞാൻ പറയുമ്പോഴല്ലേ അമ്മയ്ക്ക് പ്രശ്നമുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലൊന്നും ഒരു കാര്യമില്ലാഞ്ഞിട്ടാണോ വിശ്വസിക്കുന്നത്? ആദ്യം നീ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്ക്. നമുക്ക് തന്നെ എത്ര അനുഭവങ്ങളുണ്ട്. അമ്മേ, നടക്കാത്ത 99 കാര്യങ്ങളുണ്ടായാലും നടന്ന അര കാര്യം ആരും മറക്കില്ല. അതങ്ങനെയാണ്. പോട്ടെ, അടുത്ത വീട്ടിലെ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്ക്. എല്ലാ ജ്യോത്സ്യന്മാരുടെ അടുത്തും പോയി ചോദിച്ചതാണല്ലോ, അപ്പോൾ ഫുൾ A+ ആയിരുന്നു. കഴിഞ്ഞ ജന്മം ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് വരെ പറഞ്ഞാണ്. എന്നിട്ടിപ്പോൾ എന്തായി? ഡിവോഴ്സ് ആയില്ലേ? അതുപോലെ എത്ര നാട്ടുകാരും വീട്ടുകാരും ഉണ്ട് നമുക്ക്. പോട്ടെ, എല്ലാം പോട്ടെ. ഈ പുരാണങ്ങളിൽ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എവിടെയാ പൊരുത്തം നോക്കലുള്ളത്? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അമ്മേ, പക്ഷേ ഇങ്ങനെയുണ്ടോ ഒരു കുട്ടി? എന്നോടൊന്നും പറയുകയും വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. അങ്കിളിനെ വിളിച്ചപ്പോൾ വ്യക്തമായിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. ഡീറ്റെയിൽഡായിട്ട് മെയിൽ ചെയ്യാമോ എന്നൊന്ന് ചോദിച്ചു. അങ്കിളിനെ നേരിട്ട് കാണാനോ? ഓക്കെ, ഞാൻ ഓഫീസിലേക്ക് വന്നേക്കാം. കിരൺ അങ്ങോട്ട് പോരും. ഓക്കെ. നമസ്കാരം അങ്കിൾ. നമസ്കാരം ഗായത്രി. മനഃപൂർവ്വം വഹിച്ചതല്ല കേട്ടോ. സ്പെസിഫിക്കായി ആൻസർ ചെയ്യാവുന്ന കാര്യമല്ലായിരുന്നല്ലോ. ഇരിക്കൂ. അങ്കിൾ, ഇത് കിരൺ, എൻ്റെ ഫ്രണ്ടാണ്. ഹലോ കിരൺ. ഹലോ സാർ. സാർ, അധികം മുഖവരിയില്ലാതെ കാര്യം പറയാം. ഞാനും ഗായത്രിയുമായി 6 വർഷത്തിലായി പ്രണയത്തിലാണ്. ഓ. ഒരു കല്യാണത്തിന് സാധാരണ ആവശ്യമായ എല്ലാ പൊരുത്തങ്ങളും ഞങ്ങൾ തമ്മിലുണ്ട്. എൻ്റെ അച്ഛനെയും അമ്മയും ഗായത്രിയുടെ വീട്ടിലേക്ക് അയക്കാനും ഇരിക്കുകയായിരുന്നു. പിന്നെന്താണ് പ്രശ്നം? ജാതപ്പൊരുത്തം തന്നെ. പോരാത്തിന് ചൊവ്വാദോഷം പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പൊരുത്തം നോക്കിയോ എവിടെയെങ്കിലും? സാർ, എൻ്റെ അച്ഛനോ അമ്മയോ ജ്യോതിഷവിശ്വാസികളല്ല. സ്വാഭാവികമായും തികഞ്ഞ ശാസ്ത്രബോധത്തോടു കൂടി തന്നെയാണ് അവരെന്നെ എൻ്റെ പെങ്ങളെയും വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ജ്യോതിഷം പോലൊന്നിലേക്ക് അകപ്പെട്ടു പോയിട്ടില്ല. സാറിനെപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ, അതും ഗ്രഹങ്ങളുമായി ഇത്രയും ബന്ധപ്പെട്ട പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാൾ, എങ്ങനെ ഇതുപോലൊരു സ്യൂഡോ സയൻസിൻ്റെ ക്യാമ്പയിനറായി എന്നറിയാൻ സത്യത്തിൽ കൗതുകമുണ്ട് സാർ. ഒരു ശാസ്ത്രജ്ഞ എന്ന നിലയിൽ ജ്യോതിഷത്തെ ഇതുവരെ ഞാൻ സമീപിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഉൾപ്പെടുന്ന ശാസ്ത്ര സമൂഹം വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കുമൊക്കെ മനുഷ്യരുടെ ഇടയിൽ യാതൊരു സ്വാധീനവും ഇല്ല എന്ന് തെളിയിച്ചിട്ടുമില്ല. സാർ ഉൾപ്പെടുന്ന ശാസ്ത്രലോകം ആസ്ട്രോളജി എത്രയോ വർഷം മുമ്പേ തള്ളിയിരിക്കുന്നു. ഒരു ശാസ്ത്രത്തിന് വേണ്ട എന്തെങ്കിലും ഫീച്ചറുണ്ടോ അതിന്? ജ്യോതിശാസ്ത്രവും അതിൻ്റെ പ്രയോജനഭാഗവും, അതാണ് ജ്യോതിഷം. ഇതിൽ കുറച്ചെങ്കിലും സത്യമുള്ള ജ്യോതിശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയത മുതലെടുത്ത് അതിൻ്റെ തണലിൽ വളർന്ന് ഇന്നതിനേക്കാൾ 10 മടങ്ങ് ജനകീയമായി സോകോൾ സയൻസ് എന്ന് കണ്ണടച്ച് പറയാനാവില്ല. നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങൾ എത്രയോ തവണ കൃത്യമായിരിക്കുന്നു. എന്ത് കൃത്യത? ഫോർ എക്സാമ്പിൾ, ഗായത്രിയുടെ നക്ഷത്രം തിരുവാതിര. ഭൂമിയിൽ നിന്ന് ഏകദേശം 570 പ്രകാശവർഷ അകലെയാണ് തിരുവാതിര നക്ഷത്രം. അതായത് ഇന്ന് നമ്മൾ കാണുന്ന തിരുവാതിര നക്ഷത്രം 570 വർഷം മുമ്പുള്ളതാണ്. ഇന്ന് അവിടെ അത് നിലവിലുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ തന്നെ 570 വർഷം കഴിയണം. എന്നിട്ടാണ് ഇവിടെ ജനനസമയത്തിൻ്റെ 1/2 സെക്കൻഡിൻ്റെയും 1/4 സെക്കൻഡിൻ്റെയും കണക്കുകൾ കടന്ന് അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന ടൈം കിട്ടിയാലേ കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ കഴിയുമെന്ന് ചിലർ വാശി പിടിക്കുന്നു. ഒരു ചൊവ്വാദോഷമാണ് കിരണിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അല്ലേ? സാർ, ഭൂമിയിൽ നിന്നും ശരാശരി 22 കോടി കിലോമീറ്റർ അകലെ തണുത്തുറഞ്ഞൊരു ഗ്രഹം. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് പോലും ചൊവ്വയിൽ നിന്ന് ഭൂമിയിലെത്താൻ 22 മിനിറ്റ് വേണം. സാർ, നമ്മുടെ ISRO മംഗൾയാൻ വിജയകരമായി ചൊവ്വയിലെത്തിച്ചു കഴിഞ്ഞു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ തലയുയർത്തി നിൽക്കുകയാണ്. എന്നിട്ടും അതേ ഇന്ത്യയിൽ തന്നെ നിരുപദ്രവകാരിയായ അതേ ഗ്രഹത്തിൻ്റെ പേരിൽ നിരവധി കല്യാണങ്ങൾ മുടങ്ങുന്നു. കുറേ കല്യാണങ്ങൾ മുടങ്ങുകയും ആളുകൾ അവിവാഹിതരായി തുടരുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ നിലത്തടിച്ച് കൊല്ലുകയും അല്ലാതെ വേറെ എന്ത് പ്രയോജനമാണ് ജ്യോതിഷം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എനിവേ, ഞാൻ കാരണം നിങ്ങളുടെ കല്യാണം മുടങ്ങില്ല. ഓക്കെ? ഗായത്രി ഭാഗ്യവതിയാണ്. ഡോക്ടർ ഇപ്പം പറയുന്ന ചൊവ്വാദോഷത്തിന് പ്രശ്നമൊന്നുമില്ലെന്ന്, മനപ്പൊരുത്തമാണ് പ്രധാനമെന്നൊക്കെ. ആഹാ, പെട്ടെന്നൊരു മനമാറ്റം എന്താണാവോ? എന്നാ പിന്നെ ഇനി മനപ്പൊരുത്തുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ? അതൊന്നും ശരിയാവില്ല. അച്ഛൻ നാളെ തറവാട് വരെ പോകുന്നുണ്ട്. അവിടെ അച്ഛന് പരിചയമുള്ള ജോത്സ്യനുണ്ട്. എനിക്കിനി കല്യാണം കഴിക്കണ്ട. ഇപ്പം എങ്ങനെയാണ് ചൊവ്വ നമ്മളുടെ പെൺകുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ മോളെ, ഇത് നോക്കൂ. അതായത് ചൊവ്വയുടെ എനിക്കങ്ങ് കാണണ്ട, ഏതെങ്കിലും പൊരുത്തമുള്ള അപ്പൂപ്പനായിരിക്കും. സെയിം ഏജാ. സെയിം ഏജോ? എങ്ങനെയുണ്ട്? ഇതെങ്കിലും ഇഷ്ടപ്പെട്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ അച്ഛന് മെയിൽ അയച്ചു നോക്കാം. ഓ, അവസാനം ഒന്ന് ഇഷ്ടപ്പെട്ടു. ഹലോ, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ഒരു മാച്ചിങ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ ആകെ വേണ്ടി വന്ന ഒരു ആസ്ട്രോളജി സോഫ്റ്റ്വെയർ മാത്രം. ഇനി നീ നോക്കിക്കോ, നമ്മുടെ കല്യാണം നമ്മൾ പോലും അറിയാൻ നടക്കും. ഓക്കെ സാർ,
തീർച്ചയായും വരാം. ബൈ സാർ. രാജശേഖരങ്ങളാണോ വിളിച്ചത്? അദ്ദേഹത്തിൻ്റെ അടുത്ത് സയൻസ് സെമിനാറിന് വേണ്ടി വിളിച്ചതാ. അപ്പോ ചൊവ്വാ ദൗത്യം വിജയിച്ചു അല്ലേ? നമ്മുടെയോ ഇന്ത്യയുടെയോ? രണ്ടും. മഹാവിസ്മയകരമായ പ്രപഞ്ചത്തിലെ യാതൊരു വസ്തുവും മനുഷ്യന്റെ ഭാവിയെ സ്വാധീനിക്കുന്നില്ല. ചിന്തകളും പ്രവൃത്തികളും ഉത്കൃഷ്ടമാവട്ടെ, ഭാവി ശോഭനമാവട്ടെ.